ഞാൻ പല RSSകാരുടെയും നേതാക്കളുടെയൊക്കെ പല ആൾക്കാരുടെയും ഫുൾ ടൈമായിട്ട് നിൽക്കുന്നവരുടെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീട്, ആഹാരം പോലും അവരെങ്ങനെ കഴിക്കുന്നു എന്ന് പോലും സംശയമാണ്. ഞാൻ കുറ്റപ്പെടുത്തുമല്ല, നിങ്ങളൊരു കേസ് സ്റ്റഡി നടത്തണം. കേസ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത് എവിടെയാണ് പാളിച്ച ഉണ്ടായത്, എവിടെയാണ് തെറ്റ് പറ്റിയത്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ RSS ശാഖയുള്ളത് കേരളത്തിലെ, ഏറ്റവും കൂടുതൽ കേഡേഴ്സ് ഉള്ളതും കേരളത്തിലാണെന്നാണ് പറയുന്നത്. ശാഖകൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ, കേഡേഴ്സിൻ്റെ കാര്യം എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് ഈ പറയുന്ന പഴയ പോയവരുടെ ആളുകളൊക്കെ എവിടെയാണെന്ന് മനസ്സിലാക്കണം. അവരെവിടൊക്കെയാണ് ജീവിക്കുന്നത്, അവരുടെ ഫാമിലി മെമ്പേഴ്സ്, അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയോ, അവരെത്ര പേരെ രക്ഷപ്പെടുത്തി. അതായത് എഡ്യൂക്കേഷൻ, അവന് ഹെൽത്ത് കൊടുത്ത് അവൻ്റെ ഫാമിലിയും പലരുടെ ഫാമിലി ലൈഫും ഒക്കെ മാറ്റി എത്ര പേരെ ഇവൻ രക്ഷപ്പെടുത്തി. കാരണം ഞാൻ മനുഷ്യൻ്റെ കൂടെ, ഞാൻ മതത്തിൻ്റെ കൂടെ അല്ല. കാരണം എന്തുകൊണ്ടാണ് ഞാൻ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നത്? എനിക്കാരും മനുഷ്യ സ്നേഹിക്കുക, അവൻ്റെ മതം അനുസരിച്ചൊന്നുമല്ല ഞാൻ അവനെ സ്നേഹിക്കുന്നത്, ഒരു മനുഷ്യനെ. പക്ഷെ തീവ്രവാദം എനിക്കിഷ്ടമല്ല. അതായത് തീവ്രവാദികളാ സംഭവത്തെ ഞാൻ പൂർണ്ണമായിട്ട് എതിർക്കുന്ന ഒരാളാണ്. പക്ഷേ മത തീവ്രത എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ഉണ്ട്. അതുകൊണ്ട് ആ തീവ്രവാദ സ്വഭാവത്തെ ഞാൻ എതിർക്കുന്നു. പക്ഷെ മനുഷ്യനെ സ്നേഹിക്കുന്നൊരു സമൂഹം, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുണ്ടാവുകയാണെങ്കിൽ, ജനങ്ങൾക്ക് രൂപാന്തരം പ്രാപിച്ചാൽ അവൻ രക്ഷപ്പെടണം.